കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് ഒറാങ്ങുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് അവിടെ നിന്ന് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായ ഹാർഡ് ഡിസ്ക് അവിടുത്തെ തൊട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഹാർഡ് ഡിസ്ക് അത് തന്നെയാണ് എന്ന് അമിത് ഒറാങ് കണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിനോജ് എസ്റ്റി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഷിനോജ, തെളിവെടുപ്പ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഹാർഡ് ഡിസ്ക് ഇത് തന്നെയാണ് എന്ന് പ്രതി കണ്ട് സ്ഥിരീകരിച്ചു. ഇനി എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് അവിടെ നിന്ന് തേടേണ്ടത്? എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് തേടുന്നത്? ഹിമാത്, ഇതിൽ ഏറ്റവും നിർണായകമായ DVR നിലവിൽ കണ്ടെത്തി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില പേപ്പർ വർക്കുകൾ കൂടി ഈ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലാണ് പോലീസ് ഇപ്പോൾ അത്തരം കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് 2 മൊബൈൽ ഫോൺ, ഈ പ്രതിയുടേതായിട്ടുള്ള മൊബൈൽ ഫോൺ ഈ എവിടെയോ മറവ് ചെയ്തിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൂടി കണ്ടെത്തണമെന്നൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സമയം ഇപ്പോൾ ഒരു വെളിച്ചം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു തെളിവെടുപ്പിലേക്ക് ഇന്ന് പോലീസ് സംഘം പോകുമോ അതോ നാളേക്ക് മാറ്റുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തോട്ടിന് സമീപത്തുള്ള തെളിവെടുപ്പ് ഇവിടെ പൂർണ്ണമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരുപക്ഷെ നേരെ ഈ വീട്ടിലേക്ക് കൊല ചെയ്യപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലേക്കായിരിക്കും ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിലുള്ള പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇപ്പോൾ ജീപ്പിലേക്ക് തിരികെ കയറ്റിയിരിക്കുകയാണ്. വീടിന് സമീപത്ത് തോട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത്. പോലീസ് അവിടെ ഉണ്ടാകും ഹാർഡ് ഡിസ്ക് എന്ന വിവരം സ്ഥിരീകരിച്ച് നടത്തിയ പരിശോധനയാണ് എന്നത് നേരത്തെ വ്യക്തമായിരുന്നു. പ്രതിയിൽ നിന്ന് അത്തരം വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ പരിശോധന നടത്തിയത്. പരിശോധന തുടങ്ങിയേറെ വൈകുന്നതിന് മുൻപ് തന്നെ ഹാർഡ് ഡിസ്ക് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം ഈ അമിത് ഒറാങ്ങിനോട് കാര്യങ്ങൾ പോലീസ് ചോദിച്ച് വിശദമായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാമായിരുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അമിത് ഒറാങ്ങുമായി ഇപ്പോൾ തെളിവെടുപ്പിനായി മറ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരുപക്ഷേ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്കായിരിക്കും ഹിമ ഇയാളെ കൊണ്ടുപോവുക. തീർച്ചയായും കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് എങ്ങനെയാണ് ഈ പ്രതി അവിടേക്ക് എത്തിയത്, ഏത് രീതിയിലാണ് കൊലപാതകം നടത്തിയത്, ആരെയാണ് ആദ്യം കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതി തന്നെ വിവരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇനി പുരോഗമിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു തോടിന് സമീപത്തുള്ള തെളിവെടുപ്പ് പൂർത്തീകരിച്ച് ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഏറ്റവും നിർണായകമായ തെളിവ് ലഭിച്ചു കഴിഞ്ഞു. അത് ശേഖരിച്ച ശേഷം അവിടെ നിന്ന് പ്രതിയുമായി പോലീസ് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ നാട്ടുകാർ അവിടെ തടിച്ചുകൂടിയിരുന്നു. കാരണം സ്വാഭാവികമായും 2 ജീവനുകളാണ് അതിക്രൂരമായി എടുത്തിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായേക്കാം എന്നൊക്കെ മുൻകൂട്ടി കണ്ട് പോലീസ് വലിയ പോലീസ് സന്നാഹത്തോടെയാണ് ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഷിനോജ് എസ്റ്റി അവിടെ തുടരുന്നുണ്ട്. ഷിനോജ, ഇനി വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പിനാണോ ശ്രമിക്കുന്നത് പോലീസ്? അതിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഒരുപക്ഷെ വീട്ടിലേക്കായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മൊബൈൽ ഫോൺ ഇതിനിടയ്ക്ക് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം 2 മൊബൈൽ ഫോൺ പ്രതി ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സ്ഥലം പോലീസിനോട് ഇതിനോടൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള തെരച്ചിൽ ഉൾപ്പെടെയുള്ളവ ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിലേക്കാണ് പോലീസ് പോകുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ DVR ഇപ്പോൾ കണ്ടെത്തി. ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ഇനി 2 മൊബൈൽ ഫോണുകളാണ്. അത്തരത്തിലുള്ള മൊബൈൽ ഫോൺ അതിനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് തെരച്ചിലേക്ക് തന്നെ പോലീസ് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീട്ടിലല്ല, ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് നിലവിൽ അടുത്ത പരിശോധന എന്ന് പറയുന്നത്. ആ സ്ഥലം ഇപ്പോൾ ഈ DVR കണ്ടെത്തിയ ഈ തോട്ടിലിന്റെ സമീപത്ത് കൂടിയുള്ള ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാറിയുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ ഈ പ്രതി ഉപേക്ഷിച്ചതെന്നൊരു മൊഴിയാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെളിവെടുപ്പ് ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പിലേക്ക്. ഈ 2 മൊബൈൽ ഫോണുകൾ എന്ന് പറയുന്നത് ആരുടേതാണ്? അമിത്തിന്റെ തന്നെയാണോ അതോ വീട്ടിൽ നിന്ന് എടുത്തതാണോ? അല്ല ഹിമ, ഈ 2 മൊബൈൽ ഫോണുകളും അമിത്തിൻ്റെത് തന്നെയാണ്. കാരണം ഈ അപഹരിച്ച മൊബൈൽ ഫോണുകൾ 2 മൊബൈൽ ഫോണുകളും ഈ പ്രതിയായിട്ടുള്ള ഈ അമിത് തനിക്കൊപ്പം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ 2 മൊബൈൽ ഫോണുകളിൽ ഒരെണ്ണത്തിൽ, അതായത് ഈ വിജയകുമാറിന്റെ മൊബൈൽ ഫോണാണ് ഓണായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണവും ട്രാക്കിങ്ങും ഒക്കെയാണ് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മൊബൈൽ ഫോൺ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അമിത്തിന്റെ മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം ഏകദേശം 10ഓളം മൊബൈൽ ഫോണുകൾ ഈ പ്രതിക്കും അതിനധികം ഒരു 20ലധികം സിം കാർഡുകളുണ്ട്. അത്തരത്തിൽ വളരെ കണ്ണിങ്ങായിട്ട് മൊബൈൽ ഫോണും സിമ്മും ഒക്കെ മാറ്റി ഉപയോഗിച്ച് പോലീസിനൊക്കെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ അസം സ്വദേശിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാളുടെ എത്രത്തോളം മൊബൈൽ ഫോണുകൾ ഇയാൾക്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇയാളുടെ ഇവിടെയുള്ള നാട്ടിലുള്ള അസം സുഹൃത്തുക്കളുമായി ഒക്കെ തന്നെ ചോദിച്ചറിഞ്ഞ് ആ രീതിയിലുള്ള അന്വേഷണം പോലീസ് ആദ്യഘട്ടം മുതൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോണുള്ള സ്ഥലത്തേക്ക് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പിനായി പോകുന്നത്.